ഒരാളുമില്ലല്ലോ കുറ്റാരോപിതർ. ഒരാൾ പറയും ശ്വേതയ്ക്ക് എന്തും പറയാം. അവരിവിടെ അതിന് മറുപടി നിങ്ങൾ അൻസിബ പറഞ്ഞ എന്താണെന്ന് കേട്ടാൽ മതി. ഇന്ന് ഞാൻ നോക്കുമ്പോൾ കുക്കും ശ്വേതയും ഒരൊറ്റ കെട്ട്, ഒരു ബെഞ്ച്, ഒരു കാര്യത്തിൽ ഭയങ്കര ഐക്യം. കപടമല്ലേ ഇവരെ കാണിക്കുന്നത്? അതെ, ആ ട്രഷറർ പറഞ്ഞു ഞാൻ ഇതിനകത്ത് ഉത്തരവാദിത്തേക്കില്ല. അതുപോലെ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാർ കൈയൊഴിഞ്ഞു, വക്കീലന്മാർ കൈയൊഴിഞ്ഞു. അങ്ങനെ ഒരു കാര്യവും ചെയ്യാതെ 100 പ്രാവശ്യം ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം 15 ദിവസം കൂടി എന്താ, 25 ദിവസം കൂടി, 45 ദിവസം കൂടി എന്ന് പറയുമ്പോൾ എങ്ങനെയാ അത് മുന്നോട്ട് പോവുക? കാരണം ഇത് കുറെ അല്ലല്ല, അതെല്ലാം എന്റെ കമ്മിറ്റി എന്ന് പറയല്ല. ഞാൻ ഒരു അഡ്ഹോക് കമ്മിറ്റിയുടെ ഒരു ഭാഗം മാത്രമായിരുന്നു. എനിക്കൊരു കമ്മിറ്റി ഉണ്ടായിട്ടില്ല. സിദ്ദീഖ് രാജിവെച്ച് പോയ കമ്മിറ്റിയിൽ അഡ്ഹോക് കമ്മിറ്റിയുടെ ചുമതല ഏറ്റെടുത്തിട്ട് നമ്മൾ നടത്തിയ കാര്യങ്ങളാണ്. അതിൻ്റെ എല്ലാ കണക്കുകളും കൃത്യമായി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അന്ന് ആ കണക്ക് നോക്കിയിരുന്ന അപ്പു എന്ന് പറഞ്ഞവന് ശമ്പളം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അവൻ വന്ന് കണക്കും പറഞ്ഞിട്ടില്ല. ഒരാളുമില്ലല്ലോ കുറ്റാരോപിതർ. ഒരാൾ പറയും ശ്വേതയ്ക്ക് എന്തും പറയാം. അവരിവിടെ അതിന് മറുപടി നിങ്ങൾ അൻസിബ പറഞ്ഞ എന്താന്ന് കേട്ടാൽ മതി. ട്രഷറർ ഉണ്ണി ശിവപാൽ എന്താന്ന് പറഞ്ഞത് നമ്മളോട് പറഞ്ഞ തന്നെ കാര്യങ്ങൾ ഒരാൾക്കും മിണ്ടാനുണ്ടായില്ലല്ലോ. ആ കുട്ടിയുടെ കാര്യം പരാതി കേൾക്കേണ്ട ആരാണ്? ശ്വേതയായിരുന്നു. നത്തിങ് ടു ഡു വിത്ത് അമ്മ എന്ന് പറയുന്ന ഒരു പ്രസിഡന്റിനെ കൊണ്ട് എങ്ങനെ ഇവിടെ സ്ത്രീകൾക്ക് കിട്ടും? ഇവിടെ അങ്ങനെ സ്ത്രീകൾക്കാടല്ല വേണ്ടത്. ഇവിടെ നമുക്ക് എല്ലാവരുടെയും കാര്യം നമുക്കറിയാം. ഓൾറെഡി തന്നെ നമുക്ക് പലതും ഫേസ് ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെ ഒരു സ്ത്രീ എന്നുള്ളൊരു ഇതുകൊണ്ട് മാത്രം മുന്നോട്ട്. ഇന്ന് ഞാൻ നോക്കുമ്പോൾ കുക്കും ശ്വേതയും ഒരൊറ്റ കെട്ട്, ഒരു ബെഞ്ച്, ഒരു കാര്യത്തിൽ ഭയങ്കര ഐക്യം. കപടമല്ലേ ഇവരെ കാണിക്കുന്നത്? അങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല.